ഹേയ് ഹലോ നമസ്കാരം. ആം യുവർ ഹ്യൂമൻ ഹിയർ. ഇന്ത്യൻ സിനിമയിൽ ഇനി സോംബി യുഗം തുടങ്ങുമോ? 300 കോടിയിലേറെ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു മാസീവ് സോംബി സിനിമയുടെ പുതിയ അപ്ഡേറ്റ് ആണ് എത്തിയിരിക്കുന്നത്. രൺവീർ സിംഗ് നായകനാകുന്ന പ്രളയ ഈ സെപ്റ്റംബർ മുതൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. സിനിമയുടെ വലിയൊരു ഷെഡ്യൂള് ഓസ്ട്രേലിയയിൽ നടക്കും. ആൻഡ് ഈ ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നത് നമ്മുടെ സ്വന്തം കല്യാണി പ്രിയദർശനാണ്. ഇരുവരുടെയും ഫസ്റ്റത്തെ മൂവിയാണ് ഒന്നിച്ചുള്ള. ആൻഡ് മുംബൈയെ വിഴുങ്ങുന്ന സോംബി വൈറസും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോരാടുന്ന ഒരു കപ്പിൾസിന്റെ കഥയുമാണ് പ്രളയ്. ഒരു ഹൈ VFXനും മാസീവ് സ്കെയിലിനും ഈ സിനിമ വലിയ പ്രാധാന്യം നൽകുമെന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. 300 കോടി ബഡ്ജറ്റ്, സോംബി ത്രില്ലർ, രൺവീർ സിംഗ്, കല്യാണി പ്രിയദർശൻ, പ്രളയ് ഇന്ത്യ സിനിമയെ ഞെട്ടിക്കുമോ? ആൻഡ് അടുത്ത വലിയ പാൻ ഇന്ത്യൻ ചിത്രമാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ. ടോക്സിക്കിന്റെ ഗ്ലിംസ് പുറത്തു വന്നായിരുന്നു. ആൻഡ് ലേഡീസ് എന്ന പേരിൽ പുറത്തിറങ്ങിയ ഈ ഗ്ലിംസിൽ യഷിനേക്കാൾ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് സിനിമയിലെ വുമൺ ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു. ഓരോ എൻട്രിക്കും സ്റ്റൈലും സ്വാഗും വേറെ ലെവലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായി. കിയാറ അദ്വാനി, നയൻതാര, ഹ്യൂമ ഖുറേഷി, താര സുതാരിയ, രുക്മിണി വസന്ത്, എല്ലാവർക്കും സിനിമയിൽ ഒരു ശക്തമായിട്ട് ഒരു പവർഫുൾ റോള് തന്നെയാണ് ഈ ഗ്ലിംസിലൂടെ നൽകിയേക്കുന്നത്. വിഷ്വൽസ്, കളർ ഗ്രേഡിങ്, BGM സംഭവം കൊള്ളാം. ബട്ട് സ്റ്റോറി കൂടി ഒരു പക്ക സീനായിട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ കൊളത്തും, അല്ലെങ്കിൽ പ്ലക്കൽ വിത്ത് ഊംഫലായിരിക്കും. ബാഹുബലി 3 ശരിക്കും വരാനിരിക്കുകയാണോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്ന ചില സൂചനകൾ ആരാധകരെ വീണ്ടും ഹൈപ്പ് കയറ്റുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ ബാഹുബലി ദ ടോർച്ച് ബിയറർ ഡോക്യുമെന്ററിയിൽ റാണ ദഗുബാട്ടി പറഞ്ഞ ചില കാര്യങ്ങളും അതോടൊപ്പം പ്രഭാസിന്റെ വൈറലായ ആ ഹാൻഡ് ഗെസ്റ്ററും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ ബാഹുബലി 3യെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വീണ്ടും പവർഫുൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതുവരെ നിർമ്മാതാക്കളിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ഒരു റിപ്പോർട്ട്സും വന്നിട്ടില്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കൽ ബാഹുബലി 3 ഒഫീഷ്യലി പ്രഖ്യാപിച്ചാൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഇവന്റുകളിൽ ഒന്നായിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പൃഥ്വിരാജിന്റെ ടൈസൺ സിനിമ ഹോംബാലെ ഫിലിംസ് ഉപേക്ഷിച്ചോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ചോദ്യം ഇതാണ്. റിപ്പോർട്ട് പ്രകാരം സിനിമയുടെ കഥയിലും നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ ചർച്ചകൾക്ക് കാരണം. എന്നാൽ ഇവിടെ ട്വിസ്റ്റ് വേറെയുണ്ട്. ഈ പ്രൊജക്റ്റ് പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്നൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ടൈസൺ മറ്റൊരു ബാനറിൽ വീണ്ടും എത്തുമോ, അല്ലെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹോംബാലാന് മുന്നോട്ട് പോകുമോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. ഇതൊരു ഒന്നും ഔദ്യോഗികമല്ല, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ടൈസൺ ഇനി മലയാള സിനിമയിൽ ഒരു മിസ്റ്റീരിയസ് പ്രൊജക്റ്റ് ഒന്നായിട്ട് മാറും.